പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ഓരോ ദിനവും സന്തോഷവും ദുഃഖവും കലർന്നതല്ലേ? നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു തിരുവചനത്തിലേക്ക് കടക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം തിരുവചനം. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ ഏറെ ഫലം പുറപ്പെടുവിക്കും. ഓഗസ്റ്റ് 9 വിശുദ്ധ എഡിത്ത് സ്റ്റെയിൻ്റെ തിരുനാളാണ്. ആരാണ് എഡിത്ത്? ക്രിസ്തീയ മതത്തിലേക്ക് യഹൂദ മതത്തിൽ നിന്ന് ചേർന്ന ഒരു ധീര കന്യാസ്ത്രീ. 1933 കൊളോണിലെ കർമ്മലീത്ത മഠത്തിൽ അവൾ ചേർന്നത്. എന്നാൽ ആ വർഷം ഹിറ്റ്ലർ യഹൂദരെ വംശഹത്യ ചെയ്തു തുടങ്ങി. അവിടെ നിന്ന് പെട്ടെന്ന് അവർ പോളണ്ടിലേക്ക് അവളെ അയച്ചു. എന്നാൽ അവിടെയും ഹിറ്റ്ലർ എത്തിയതോടെ സ്വിറ്റ്സർലൻഡിലേക്ക് വീസയ്ക്ക് അപ്ലൈ ചെയ്തു. വീസ വരുന്ന ദിവസം അവൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പ്രസിദ്ധ ഔഷ്വിറ്റ്സ് തടങ്കൽ പാളയത്തിലേക്ക് അവളും അഭയം തേടിയെത്തിയ അനുജത്തിയും അയക്കപ്പെട്ടു. 7-ാം ദിവസം ഗ്യാസ് ചേംബറിൽ അടച്ചു. 1942 ഓഗസ്റ്റ് 9 അവളുടെ മരണം രേഖപ്പെടുത്തി. സ്നേഹമുള്ളവരെ, 1998 വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. നമ്മുടെ ജീവിതം ഇപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഏത് പ്രയാസമാണെങ്കിലും ഈശോയുടെ കുരിശുമരണത്തിൽ ആ പിളർക്കപ്പെട്ട ആ ഹൃദയത്തിലേക്ക് അതൊന്ന് ചേർത്ത് വയ്ക്കാം. ആ തിരിച്ചോര നമ്മെ ശിരസ് മുതൽ പാദം വരെ അഭിഷേകം ചെയ്യട്ടെ. ഈ നിമിഷം തന്നെ ആ തിരിച്ചോരയുടെ ആ ഒഴുക്ക് നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടട്ടെ. ഈശോ നമ്മെ വിശുദ്ധീകരിക്കുന്നു, നമ്മുടെ സങ്കടങ്ങൾ സ്വന്തമാക്കി മാറ്റുന്നു. പരിശുദ്ധമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. എല്ലാവർക്കും ഒരു അനുഗ്രഹത്തിൻ്റെ ദിനമായി ഈ ദിവസം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.